15 പന്തിൽ 24 റൺസ് മാത്രമാണ് സഞ്ജു സാംസൺ എടുത്തതെന്ന് സ്കോർ കാർഡ് നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ ആ 15 പന്തിലെ 24 റൺസിന് ശരിക്കും ഇന്ന് പൊന്നും വിലയുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ആ സമയത്ത് കമൻ്ററി ബോക്സിൽ ഉണ്ടായിരുന്ന ആകാശ് ചോപ്ര സുരേഷ് റെയ്നയോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ചെപ്പോക്കിലെ പിച്ചിന് എന്താണ് പറ്റിയത്? സാധാരണ സ്പിൻ അനുകൂലമായ പിച്ചല്ലേ ഇത്, ഇന്ന് ബാറ്റിംഗ് അനുകൂലമായ സ്വഭാവമാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ സുരേഷ് റെയ്ന പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, പിച്ചിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല, പിച്ച് പഴയതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഓപ്പണിലിറങ്ങിയ ബാറ്റ്സ്മാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിലൊരു മാറ്റമുണ്ടായി, അത് സഞ്ജു സാംസണാണ്. ആ മാറ്റമാണ് ഇപ്പോൾ മികച്ച സ്കോറിൻ്റെ രൂപത്തിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പവർ പ്ലേയിൽ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ചേർന്നതോടെ ഇന്ത്യ ആഗ്രഹിച്ചു തുടക്കം ഈ ലോകകപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പവർ പ്ലേ സ്കോറിലേക്കും ഇരുവരും ചേർന്ന് നമ്മളെ എത്തിച്ചു. ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും കിട്ടിയ ഉത്തരവാദിത്വം എല്ലാവരും മനോഹരമായി ചെയ്തു. ഇന്ന് കളിച്ച എല്ലാ ഇന്ത്യൻ ബാറ്റർമാരും 150 മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റിലാണ് സ്കോർ ചെയ്തത് എന്നുള്ളതായിരുന്നു ആ ഇന്നിങ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം. എന്തായാലും ഇന്ത്യ ഉയർത്തിയ കൂറ്റൻ സ്കോർ കണ്ടപ്പോൾ തന്നെ സിംബാബ്വെ ഒരുപക്ഷെ പേടിച്ച് കാണും. കാരണം എന്തായാലും അതിലേക്ക് എത്താനൊന്നും അവർക്ക് പറ്റില്ല, പൊരുതി നോക്കാമെന്ന് മാത്രം. ഓസ്ട്രേലിയ വരെ ഞെട്ടിച്ച ടീമാണ്. അങ്ങനെയുള്ള സിംബാബ്വെ നമുക്കൊരിക്കലും കുറച്ച് കാണാനും പറ്റില്ല. തുടക്കത്തിൽ തന്നെ ഇന്ത്യ മികച്ച രീതിയിലുള്ള ബോളിംഗ് പ്രകടനമാണ് മറുപടിയിൽ പുറത്തെടുത്തെങ്കിലും കുറച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയുടെ ബോളിങ്ങിനുണ്ടായി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ ബോളിംഗ് പ്രധാനമായിട്ടും നമ്മൾ ഈ ടൂർണമെൻറ്റിൽ ഉടനീളം കണ്ടത് ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി ഇങ്ങനെ പ്രധാനപ്പെട്ട ബോളർമാരെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നതാണ്. ഇന്നും ആ കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ജസ്പ്രീത് ബുംറ പതിവ് പോലെ തന്നെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. എന്നാൽ വരുൺ ചക്രവർത്തി കഴിഞ്ഞ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർ പ്രധാനമായും ഉന്നം വെച്ചത് വരുൺ ചക്രവർത്തിയായിരുന്നു. അതിനുള്ള ശിക്ഷയും അദ്ദേഹത്തിന് കിട്ടി. വരുൺ ചക്രവർത്തിയുടെ ഒരുപക്ഷെ T20യിലെ തന്നെ ഏറ്റവും മോശം സ്പെല്ലുകളിലൊന്നായിരുന്നു അന്നത്തെ മത്സരത്തിൽ അദ്ദേഹം എറിഞ്ഞത്. ചക്രവർത്തിയെ ആക്രമിക്കുക, അതുവഴി ഇന്ത്യക്ക് സമ്മർദ്ദമുണ്ടാക്കുക എന്ന തന്ത്രമായിരുന്നു അന്ന് അവർ പയറ്റിയത്. അതേ തന്ത്രം തന്നെയാണ് സിംബാബ്വെ ഇന്നത്തെ മത്സരത്തിൽ പയറ്റിയത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഞായറാഴ്ച നമുക്ക് നടക്കാനിരിക്കുന്ന മത്സരം ഒരു നോക്കൗട്ട് പോരാട്ടമാണല്ലോ. അവരുടെ ബാറ്റർമാരെ നമുക്കറിയാം എത്രത്തോളം അപകടകാരികളാണെന്ന്. അവരും ഇത്തരത്തിൽ വരുൺ ചക്രവർത്തിയെ ആക്രമിച്ച് കളിക്കാനുള്ള ഉദ്ദേശത്തിലാണ് കളിക്കുന്നതെങ്കിൽ നമ്മൾ പെടാപ്പാടുപെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരുൺ ചക്രവർത്തി തൻ്റെ തന്ത്രങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്ന സിഗ്നലാണ് ഈ 2 മത്സരങ്ങൾ നമുക്ക് നൽകിയത്. അത് വരുൺ ചക്രവർത്തിയുടെ കാര്യം. ഹർഷ്ദീപ് സിംഗ് പതിപോലെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. ഹാർദിക് പാണ്ഡ്യ മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു പേര് ശിവം ദുബൈയുടേതാണ്. ഓൾറൗണ്ടർ എന്നുള്ള ടാഗിലാണ് ശിവം ദുബൈ അറിയപ്പെടുന്നത്. പക്ഷേ ഓൾറൗണ്ടർ എന്ന വിശേഷണത്തിന് അദ്ദേഹം അർഹനാണോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ബോളിംഗാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നമ്മൾ ചിലപ്പോൾ ഈ കണ്ടം കളിയിലൊക്കെ പറയാറുണ്ട്, എടാ എന്തൊരു പഴം ബോളിംഗ് ആയിരുന്നു നിൻ്റെ എന്ന്. അത് നിസ്സംശയം ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിൽ ശിവം ദുബൈയുടെ ബോളിംഗ് കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നും. അത്രത്തോളം മോശം ബോളിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്.